കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യന്ത്രങ്ങളും രത്നങ്ങളും എന്ന വിഷയത്തെപ്പറ്റിയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. വിവിധ ഉദ്ദേശ്യങ്ങൾക്കായി താന്ത്രികമായ യന്ത്രങ്ങൾ എഴുതി പൂജ ചെയ്ത് ദേഹധാരണം നടത്തുന്നത് പൊതുവെ നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നിലനിന്നു വരുന്ന ആചാരമാണ്. ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരോ ആവശ്യങ്ങൾക്കും ലക്ഷ്യപ്രാപ്തികൾക്കുമായി വ്യത്യസ്തങ്ങളായ ഓരോ യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് ധരിക്കുന്നത് വളരെ പണ്ട് മുതൽക്കേയുള്ള നമ്മുടെ നാട്ടിലെ ഒരു ആചാരം തന്നെയാണ്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകാർക്കും അവരവരുടെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ഉദ്ദേശിക്കുന്ന കാര്യസിദ്ധിക്ക് വേണ്ടിയും തൽക്കാല ക്ലേശ നിവാരണത്തിന് വേണ്ടിയുമൊക്കെ ഏതേത് യന്ത്രങ്ങൾ ധരിക്കാമെന്നും അത് എപ്രകാരം ഉപയോഗിക്കാമെന്നും വ്യക്തമാക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. യന്ത്രങ്ങൾ ധരിക്കുന്നതിന് സാധിക്കാത്തവരോ അത്തരം ആചാരാനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെടാത്തവരോ ആയിട്ടുള്ളവർക്ക് വേണ്ടി ഇപ്പോഴത്തെ അവരവരുടെ നക്ഷത്രത്തിൻ്റെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഏറ്റവും ഫലപ്രാപ്തി നൽകുന്ന രത്നക്കല്ല് ഏതാണെന്നും അതിൻ്റെ ഉപയോഗം എപ്രകാരമാണെന്നും കൂടി ഇതോടൊപ്പം വിവരിക്കുകയാണ്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകാരുടെയും യന്ത്രങ്ങളും രത്നങ്ങളും ഏതൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ വ്യാഴം, 10ൽ ശനി, ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ഉദ്ദേശിക്കുന്ന അനേകം കാര്യങ്ങൾക്ക് തടസ്സങ്ങളുണ്ടാകാം. ധനപരമായ നഷ്ടങ്ങൾ, പരിശ്രമങ്ങൾ വിജയിക്കാത്ത സ്ഥിതിവിശേഷം, ലക്ഷ്യപ്രാപ്തിക്കായി തീവ്ര പരിശ്രമം ചെയ്താലും യാതൊരു ഫലവും ഉണ്ടാകാത്ത സ്ഥിതിവിശേഷം, ഇങ്ങനെ പല വിധത്തിലുള്ള സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവപ്പെടാവുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ലക്ഷ്യപ്രാപ്തിക്ക് പൂർണ്ണത കൈവരിക്കുന്നതിനും ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ഫലപ്രദമായി നടക്കുന്നതിനുമായി ഈ നാളുകാർ ജയദുർഗ യന്ത്രം ധരിക്കുക. അതോടൊപ്പം യന്ത്രധാരണം ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ സമുദ്രനീലക്കല്ല് വെള്ളി ലോക്കറ്റിലാക്കി ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.